ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ തുന്നുന്ന സൂചിയെ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ കയ്യിൽ പല സൈസിലുള്ള സൂചികൾ ഉണ്ടായിരിക്കും. അതായത് ചെറിയ ബീഡ്സ് ഒക്കെ തുന്നാനായിട്ട് നമുക്ക് ചെറിയ സൂചികളാണ് ആവശ്യം. കൂടാതെ ഹാൻഡ് ഹെമ്മിങ് ചെയ്യുന്ന സൂചികളുണ്ടായിരിക്കും. ഇത്തരം പാക്കറ്റുകളാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ പല പ്രാവശ്യം നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു വെക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സൂചികളെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിനകത്തേക്ക് ഈ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇത് വരച്ചെടുത്തത് ഈ പേപ്പറിനെ ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് ഇങ്ങനെയൊന്ന് ഒരു കർവി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇതിനേക്കാളും ചെറിയ ഒരു സൈസിലുള്ള ഒരു പാറ്റേൺ നമുക്ക് വേണം. എന്നിട്ട് ഈ ഡിസൈൻ ഒരു പേപ്പർ ക്യാൻവാസിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ചുരിദാറിന് നെക്കൊക്കെ തയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാൻവാസ് ആണ്, സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാൻവാസ്. നമ്മളിതാ ആ പേപ്പർ ക്യാൻവാസിനെ ഒരു തുണിയിലോട്ട് സ്റ്റിക്ക് ചെയ്തു. എന്നിട്ട് അതിൻ്റെ താഴേക്ക് ഒരു തുണി വെച്ച് കൊടുക്കുക. നമ്മൾ സാധാരണ നെക്ക് തയ്ക്കുന്നത് പോലെ തന്നെ ഈ ഡിസൈനിൽ കൂടെയൊക്കെ തയ്ച്ചു കൊടുക്കാം. തുണികളുടെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. തയ്ക്കുമ്പോൾ നമ്മുടെ കൈ കടത്താനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം തയ്ക്കാനായിട്ട്. തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി 1/4 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് നിർത്തിയിട്ട് നമുക്ക് ബാക്കിയുള്ള തുണികൾ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഗ്യാപ്പിൽ കൂടെ ഇതിനെ ഇങ്ങോട്ട് പുറത്തേക്ക് മറിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കനം കുറഞ്ഞ നൂലോ ഇലാസ്റ്റിക്കോ എടുക്കാം. എന്നിട്ട് നമ്മളിട്ടിരിക്കുന്ന ഈ ഗ്യാപ്പിലെ ഈ തുണിയുണ്ടല്ലോ അതിനെ ഉള്ളിലേക്ക് മടക്കി വെക്കുക, രണ്ട് സൈഡിൽ നിന്നും. എന്നിട്ട് ഈ മാർക്കിങ്ങിൽ ഈ നൂലിനെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ക്കുകയാണ്. ഈ മുഴുവൻ റൗണ്ടും നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചെറിയ ഡിസൈൻ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണിയിലോട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള തുണി എടുക്കാൻ ശ്രദ്ധിക്കുക. ബനിയൻ ടൈപ്പ് ആവുന്നതാണ് നല്ലത്, കാരണം നമ്മുടെ നീഡിൽ വെക്കാനുള്ള ഒരു തുണിയാണിത്. ഞാനിവിടെ മോൻ്റെ ഒരു പഴയ ഡ്രസ്സിൽ നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഡിസൈൻ നമുക്കൊന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരുന്ന ആ തുണിയിലോട്ട് ഇതിനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മടക്കുകൾ നമുക്കൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്താൽ നമുക്ക് ആ മടക്കുകൾ കിട്ടും. ഈ മടക്കുകളിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനിങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഷേപ്പുകൾ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഈ ഒരു മടക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് തയ്ച്ചു കൊടുക്കാം. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സൂചികൾ വെച്ച് നോക്കാം. ആ നൂല് വെച്ചതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മളൊരു ബട്ടൺ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം.
ഇനിയിപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിത് ചുമരിൽ തൂക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വോൾ ഡെക്കറും ആയി. ഇനി നമുക്ക് ഈസി ആയിട്ട് ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പീസ് തുണിയുടെ നടുവിൽ വെച്ച് കൊടുക്കുന്നത് ഒരു കനം കുറഞ്ഞിട്ടുള്ള സ്പോഞ്ച് ഷീറ്റാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലും 4 വശത്തും ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 4 വശത്തും ഒരു ബോർഡർ പോലെ റെഡ് കളർ തുണി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കുകയാണ്. സ്ട്രെയിറ്റ് പീസാണ് നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രസ് ബട്ടനാണ് തുന്നി പിടിപ്പിച്ചിരിക്കുന്നത്. അതിന് പകരം നമുക്ക് വെൽക്രോണും ഉപയോഗിക്കാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സാറ്റിൻ റിബൺ കൊണ്ടുള്ളൊരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ. താങ്ക് യു.